7 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര റിസൾട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര റിസൾട്ടാണ്. ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ളവർക്കല്ല, ഇത് സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചിട്ട് ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി റിസൾട്ടാണ്. ഇതൊരു ട്രീറ്റ്മെൻറ്റാണ്. 3 സ്റ്റെപ്സാണ് ഇതിൽ വരുന്നത്. ഈ 3 സ്റ്റെപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് ചെയ്യണമെന്നല്ല, നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ചെയ്യരുത്, അതല്ല നോർമൽ സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും പാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം. വെൽക്കം ബാക്ക് ടു ഇൻസ്പിറേഷൻ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുപാട് എന്താ പറയുക, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒത്തിരി നമുക്ക് നമ്മളുടെ കയ്യിലില്ലാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ വീട്ടിലില്ലാത്ത കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സ്കിൻ വൈറ്റനിങ് എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെ ഉള്ളിലും ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ആഗ്രഹമാണ് പെട്ടെന്ന് തന്നെ സ്കിൻ ബ്രൈറ്റ് ആവണം അല്ലെങ്കിൽ പെട്ടെന്ന് വെളുക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ക്ലയൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് രീതിയിലുള്ള വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിച്ച് സ്കിൻ ഡാമേജ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. ഡാമേജ് ആവാന്നുള്ളത് മാത്രമല്ല, എക്സ്ട്രീം പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. കാരണം അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. കാരണം അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം സ്കിന്ന് ഡാർക്കായും ഡള്ളായും പോവും. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ ക്യാൻസർ വരെയും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് സ്കിന്നിന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ദയവ് ചെയ്ത് ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ സ്കിന്നിനെ എപ്പോഴും ബ്രൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള സ്കിന്നിനെ കറക്റ്റ് ചെയ്ത് നമ്മൾ എന്താ പറയുക, അൺഇവൺ മാറ്റി സ്കിൻ കറക്റ്റ് ബ്രൈറ്റ് ആക്കി കൊണ്ടുവരിക. അല്ലാതെ ഇത്രയും ഹാർഡായിട്ടും ഹാർഷായിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട്, ഇതുപോലത്തെ വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ടോ ശ്രമിക്കരുത്. അത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് 100% ഞാൻ പറയുവാണ്, സൈഡ് എഫക്റ്റ് ഒരുപാട് ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കിൻ വൈറ്റനിങ് ക്രീമുകളും അതിൻ്റെ സൈഡ് എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 100% ഇതിന് സൈഡ് എഫക്റ്റ് ഉള്ളതാണ് ഈ വൈറ്റനിങ് ക്രീമുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഞാൻ ഈ വീഡിയോസിൽ പറയാനുള്ള റീസൺ അതാണ്. കാരണം എനിക്കറിയാം അത്രയും പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പുറത്തൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാം, ദുബായ് പോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അവിടെ എല്ലാം തന്നെ ഈ വൈറ്റനിങ് ക്രീമുകൾ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇതെല്ലാം മേടിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ, അതും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല നമുക്ക് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ചാലഞ്ചായിട്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ എടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ എന്ത് ഹോം കെയർ ചെയ്യുവാണെങ്കിലും അതിൻ്റെ കൂടെ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. സ്കിൻ കെയറിൻ്റെ കൂടെ നിങ്ങൾ ഹോം കെയർ എടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉള്ളത്. സ്കിൻ കെയർ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും റിസൾട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ അറിയില്ലെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ സ്കിൻ എന്താണെന്നോ നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നം എന്താണെന്നോ ഇതിന് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നോ ഇതൊന്നും അറിയാത്തവരാണ്, സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാം. 3 മാസത്തെ നമ്മളുടെ ഈ ഒരു ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിൻ്റെ പ്രോബ്ലം എല്ലാം തന്നെ നമ്മൾ ക്ലിയർ ആക്കി തരും. അത് മാത്രമല്ല, സ്കിൻ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അറിയാതെ എപ്പോഴും പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇഷ്യൂസ് ഉള്ളത്. പ്രൊഡക്റ്റ് മേടിച്ചാൽ പോലും അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഇഷ്യൂസ്. അപ്പോൾ നമ്മളിവിടെ ഗൈഡ് ചെയ്യുന്നത്, നിങ്ങൾ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും എന്ത് പ്രൊഡക്റ്റ് വേണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. കെമിക്കലോ കാര്യങ്ങളോ ഉള്ള ക്രീമുകളോ പ്രൊഡക്റ്റുകളോ തന്നുകൊണ്ടല്ല നമ്മളിത് ചെയ്യിപ്പിക്കുന്നത്. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീനാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹോം കെയർ ട്രീറ്റ്മെൻറ്റാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെന്നുള്ളവർ നമ്മളുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്ക് നമുക്ക് 5,000 ആണ് നമ്മൾ ഗൈഡൻസിൻ്റെ ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഹോം കെയർ ട്രീറ്റ്മെൻറ്റിന് ആദ്യം നമ്മൾ എടുക്കേണ്ടത്, ഇവിടെ ഒരു ടൊമാറ്റോ എടുക്കുക.
ദെൻ അതൊന്ന് നമുക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ പൾപ്പോട് കൂടിയിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കണം എന്നില്ല, ജസ്റ്റ് നമ്മൾ ഗ്രേറ്റ് വഴി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ പൾപ്പോട് കൂടി എടുത്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. കാരണം ഭയങ്കര ബ്ലീച്ചിങ് എഫക്റ്റാണ് നമുക്ക് ടൊമാറ്റോയിൽ വരുന്നത്. നമുക്ക് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ അണിമണൊക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചിങ് കൂടിയാണ് ടൊമാറ്റോ. അപ്പോൾ ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് ഈ 3 സ്റ്റെപ്സാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. ആദ്യം ക്ലെൻസിങ്, അത് കഴിഞ്ഞ ശേഷം ഒരു സ്ക്രബല്ല, ഒരു മസാജിങ് ആണ് വരുന്നത്. അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ടൊമാറ്റോ പൾപ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ കുറച്ച് കേട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും തൈര് കേട്ടോ, രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് സമയമെടുത്ത് നമ്മളിതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് അത് കഴിയുമ്പോൾ തന്നെ സ്കിന്നിലൊരു നല്ലൊരു വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യും. അതൊരു 5 to 7 മിനിറ്റ്സ് പോയാലും കുഴപ്പമൊന്നുമില്ല. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ഇങ്ങനെ തേച്ച് ഉരച്ചൊന്നും ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് ഒരു മസാജ് കൊടുക്കുക. ഓരോ ഏരിയ, നമ്മളെ നോസിൻ്റെ ഏരിയ, കണ്ണിൻ്റെ അടിയൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ കണ്ണിൻ്റെ അടിയിൽ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ് എപ്പോഴും മസാജ് ചെയ്യുമ്പോഴും ഇങ്ങനെ താഴേക്ക് നമ്മളെ ഫിംഗർ വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മസാജ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യുക. ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുക്കുക, അത് വെച്ച് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. എന്നതിന് ശേഷം ഇനിയാണ് നമ്മൾ ഈ ഒരു ബ്രൈറ്റനിങ് പാക്കിലേക്ക് പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഒരു സ്പൂൺ എടുക്കുക. ദെൻ അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈരും അതായത് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച് മസാജിന് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ ടൊമാറ്റോ ജ്യൂസും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇനിയാണ് നമ്മളുടെ ഈ ഒരു ബ്രൈറ്റനിങ് പാക്കിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓറഞ്ച് പീൽ പൗഡറാണ്. അതൊരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 10 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം. ഭയങ്കര റിസൾട്ടായിരിക്കും. നിങ്ങൾക്കിത് ആഴ്ചയിൽ 2 ദിവസം ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ 3 സ്റ്റെപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിങ്കിൾസ് കുറയ്ക്കാനോ ആൻറ്റി ഏജിങ്ങിനോ വേണ്ടിയിട്ടുള്ളതല്ല. സ്കിൻ ബ്രൈറ്റ് ആവണം പെട്ടെന്ന് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്, സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സ്കിൻ കെയർ കൂടെ കൊണ്ടുവരിക. നമ്മൾ ഹോം കെയർ എപ്പോഴും അതിൻ്റെ റിസൾട്ട് 100% കിട്ടണം എന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ നിർബന്ധമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. കാരണം ഉപയോഗിക്കുമ്പോഴും ആ പ്രൊഡക്റ്റ് നമുക്ക് ഓക്കെ ആവുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. പ്രൊഡക്റ്റ് അറിഞ്ഞ് ഉപയോഗിക്കുക. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. കാരണം മാർക്കറ്റിലെന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ് നമ്മൾ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണ്. നമ്മളുടെ നാൽപ്പമരാതി ഓയിൽ ഇനി നമുക്ക് ജൂലൈയിലേക്കുള്ള പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ തരുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ ഇത്രയായിട്ടും പറയുന്ന എല്ലാവർക്കും തന്നെ, നമ്മളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എന്ത് പറയുമ്പോഴും അതിലൊരു ജെനുവിനിറ്റി ഉണ്ട്, അതിലൊരു 100% റിസൾട്ട് ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റും വരുന്നത്. ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് ക്ലെൻസറാണ്. അത്രമാത്രം, അതും 40 മരാതി ടു മിൽക്ക് ക്ലെൻസറാണ് വരുന്നത്. സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റാക്കുക. അതുമാത്രമല്ല ആൻറ്റി ഏജിങ്, റിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ജൂലൈ മാസത്തെ ഫസ്റ്റ് വീക്കിലേക്കുള്ള നമ്മളുടെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. 850 റുപ്പീസാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് മറക്കരുത്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.